ഏറെ പ്രിയങ്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ, വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും മറ്റു പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് തോന്നും എന്നുള്ള ഒരു ധർമ്മസങ്കടം കൂടിയുണ്ട്. കേരളത്തിൽ അധ്യാപകർക്ക്, പ്രത്യേകിച്ച് LPSC UPSC വിഭാഗങ്ങളിലെ അധ്യാപകർക്ക് എന്താണ് അവരുടെ ശമ്പളം, എത്രയാണ് അവരുടെ കയ്യിൽ കിട്ടുക, എന്താണ് ഇത്രയും തിക്കും തിരക്കും വാശിയും പഠനവും ഈ ഒരു തസ്തികയിലേക്ക് എത്താൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാകും. അധ്യാപകരല്ലാത്തവർ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ കണ്ണ് തള്ളി പോകാനും സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, 50,000 രൂപ, അതായത് 1,00,000 രൂപയാണ് ഒരു ഫ്രഷ് അപ്പോയിൻമെൻറ്റ് LP UP അധ്യാപകനായി കയറുന്ന ഒരാൾക്ക് ഫ്രഷ് അപ്പോയിൻമെൻറ്റിലൂടെ കിട്ടാൻ പോകുന്നത് 50,000 റുപ്പീസാണ്. 1,00,000 രൂപ. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യമായും ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് LP സ്കൂൾ ഗ്രേഡ് 2 അല്ലെങ്കിൽ UP സ്കൂൾ എന്ന UP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയാണ്. ഈ രണ്ട് തസ്തികയുടെയും ബേസിക് പേ എന്ന് പറയുന്നത് 35,600 രൂപയാണ്. അതായത് കയറുമ്പോൾ ആ ഉദ്യോഗാർത്ഥി സർവീസിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ശമ്പളം, ബേസിക് പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന ശമ്പളം 36,600 രൂപയാണ്. അതാണ് ഈ സ്കെയിൽ കാണിച്ചിരിക്കുന്നത്. 35,600, 75,400, മാക്സിമം ഇതാണ് സങ്കല്പിക്കുക. അപ്പോൾ ഈ 35,600 രൂപ അടിസ്ഥാന ശമ്പളം മാത്രമാണോ ഇവർക്ക് കിട്ടുന്നത്? ഞാനിവിടെ നേരത്തെ 50,000 എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഏകദേശം 15,000 സംതിങ് രൂപയുടെ കുറവ് പറയുന്നല്ലോ. അതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എങ്ങനെയാണ് ഇവർക്ക് 50,000 രൂപ കിട്ടുന്നത്? അല്ലെങ്കിൽ 50,000 രൂപ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ കുറച്ച് സമയം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇവിടെ നോക്കുക, ഈ 35,600 രൂപയാണല്ലോ ഇവരുടെ ബേസിക് പേ. ഈ ബേസിക് പേ കൂടാതെ കാലാകാലങ്ങളിൽ അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നതുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഒരു കാർപ്പൻ്ററായിട്ട് പണിയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ദിവസം ശമ്പളം 1000 രൂപയാണെന്ന് സങ്കല്പിക്കുക. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ 1000 രൂപ വെച്ച് കുടുംബത്തിൻ്റെ ചിലവൊന്നും നോക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായും ഈ കാർപ്പൻ്റർ അദ്ദേഹം തന്നെ 1000ൻ്റെ കൂടെ ഒരു 200 രൂപയും കൂടെ കൂട്ടും. 1,200 രൂപ അദ്ദേഹത്തിൻ്റെ ശമ്പളമാക്കി മാറ്റും. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് സ്വന്തമായി എനിക്ക് അടുത്ത മാസം മുതൽ ഇത്ര രൂപ വേണം, എനിക്ക് ചിലവ് കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായും വ്യക്തി വരുമാനം, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ളത് കണക്കാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരും ക്ഷാമബത്ത കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയർനെസ് അലവൻസ് എന്ന് പറയും. അതായത് DA എന്ന് നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ എപ്പോഴും കാണുന്നത്. അത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് പേയുടെ 35%. അതായത് ഈ 35,600ൻ്റെ കൂടെ 35,600ൻ്റെ 35% ക്യാഷ് കൂടി ആഡ് ചെയ്യും. അവസാനം എത്രയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ 35,600 ആണോ അദ്ദേഹത്തിൻ്റെ ശമ്പളം? അല്ല, അതിൻ്റെ കൂടെ 35,600ൻ്റെ 35% കൂടി ആഡ് ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇദ്ദേഹത്തിന് HRA ഉണ്ട്, അതായത് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന മറ്റൊരു കൺസേൺ കൂടി ഇവർക്കുണ്ട്. അതായത് ഈ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA, അതായത് ബേസിക് പേ, അതായത് പഞ്ചായത്തിലാണ് സ്കൂളെങ്കിൽ ബേസിക് പേയുടെ 4% HRA ആയിട്ട് കിട്ടും. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ബേസിക് പേയുടെ 6% HRA കിട്ടും. ദെൻ കോർപ്പറേഷനിലാണെങ്കിൽ ബേസിക് പേയുടെ 10% വരെ HRA ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ എത്രയായി? ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA, ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA. ഇതാണ് ഇവരുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. എത്രയാണെന്ന് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു LP UP ടീച്ചറിൻ്റെ ആണ്. ഇനി ഈ പൈസ മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. നിങ്ങൾ സർവീസിൽ കയറുമ്പോഴേ അവിടുത്തെ കൂടെയുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ നേരത്തെ സർക്കാർ ജോലിയിലുള്ളവരും ഒക്കെ പറയും കുറേ പിടുത്തമുണ്ട്. എന്താണ് പിടുത്തമെന്നും ആ പിടുത്തത്തിൻ്റെ യാഥാർത്ഥ്യം എന്തുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഒന്ന് നമുക്കുള്ള പ്രോവിഡൻറ്റ് ഫണ്ടാണ്. ഈ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് സർക്കാരിലേക്ക് നമ്മളങ്ങ് കൊടുത്തങ്ങ് കളയുകയല്ല, നമ്മുടെ കാശ് തന്നെയാണ്. നമ്മുടെ കാശ് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. അതായത് ബേസിക് പേയുടെ 6% മിനിമം എന്തായിട്ടിടണം? PF ആയിട്ട് ഇടണം. 2000 മുതൽ അങ്ങോട്ട് തുടങ്ങും. 2000 മുതൽ ചില ടീച്ചേഴ്സൊക്കെ, ഹസ്ബൻഡിന് ജോലിയുള്ള ടീച്ചേഴ്സൊക്കെ അവരുടെ ഫുൾ സാലറി PF-ൽ ഇടുന്നത് കാണാം. അതിന് 8% പലിശയും കിട്ടും. ഈ കാശ് തിരിച്ചു കിട്ടുന്നതാണ്. ഈ പിരിയുമ്പോൾ ഒരുപാട് കാശ് കിട്ടുന്നെന്ന് പറയുന്നത് ഈ PF ഒക്കെയാണ്. ഈ കാശ് തിരിച്ചു കിട്ടുന്നതാണ്. സർക്കാർ അങ്ങ് മേടിച്ചുകൊണ്ട് പോവുകയല്ല. അവിടെ നോക്കുക, 2 ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, 3
ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് സ്കീമും, അതായത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം GIS എന്ന് പറയുന്നത് ബേസിക് പേയുടെയും DAയുടെയും 1.5% എന്തായിട്ടാണ് GIS ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിട്ടാണ്. അതായത് ഫാമിലി ഇൻഷുറൻസ് ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. സ്കെയിലിനെ അടിസ്ഥാനമാക്കിയാണ് സ്ലാബ് സ്ലോട്ട് ചെയ്യുന്നത്. LPSCക്ക് മിനിമം 800 രൂപയാണ് SLI സ്റ്റാർട്ട് ചെയ്യുന്നത്, 800 രൂപ. ഇനി നോക്കുക, PFനേക്കാളും ആൾക്കാർ ഇപ്പോൾ കൂടുതൽ SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലാണ് പൈസ ഇടുന്നത്. കാരണം ഇവിടെ 8.something ഇൻട്രസ്റ്റ് ഉണ്ട്. 8.something ഇൻട്രസ്റ്റ് ഏതിലുണ്ട്? SLIക്ക് ഉണ്ട്. അപ്പോൾ PF, SLI ആൻഡ് GIS ഇത് മൂന്നുമാണ് പിടിക്കുന്നത്. വലിയ എമൗണ്ടുകളില്ല. ഇനി ഒരു സാധനം കൂടി കൊണ്ട് പിടിക്കുന്നത്, ദാറ്റ് ഈസ് NPS. അതായത് ബേസിക് പേ പ്ലസ് DAയുടെ 10% എന്തായിട്ട് പിടിക്കുന്നത്. ഇപ്പൊ 41,000 രൂപ ആണ് ഒരാളുടെ ബേസിക് പേ പ്ലസ് DA എങ്കിൽ 4,100 രൂപ സംതിങ്, 4,000 രൂപ NPS ആയിട്ട് പിടിക്കും. അപ്പോൾ NPS പിടിക്കും, PF പിടിക്കും, SLI പിടിക്കും, GIS പിടിക്കും. ഇതെല്ലാം അവർ മേടിച്ചുകൊണ്ട് പോയി കളയുകയല്ല, അറബിക്കടലിൽ കളയുകയല്ല, ഇതെല്ലാം തിരിച്ചിട്ടുന്ന കാശാണ്. ഇത് അവരുടെ കാശ് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഒരു LPSC UPSCക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA is equal to 49,484 rupees. That means round ചെയ്ത് പറയുകയാണെങ്കിൽ 50,000 rupees. 29,200 ബേസിക് പേയും 36,000 ഗ്രോസ് സാലറിയും വെച്ച് പണ്ട് ഞാൻ ജോലി കയറിയത് HSA ആയിട്ട്. അന്ന് DA ഇത്രയൊന്നും ഇല്ല. ഇപ്പൊ നോക്കേ, 35% DA, അത് കൂട്ടാൻ പോവുകയാണ്. പേ റിവിഷൻ വരാൻ പോവുകയാണ്. പേ റിവിഷൻ വരുമ്പോഴും ഇത് ഇനി അതോടൊപ്പം തന്നെ DA കൂട്ടുമ്പോഴും ഏകദേശം 60,000-ലധികം രൂപ, 60,000-ലധികം രൂപയാകാൻ പോവുകയാണ് നിങ്ങളുടെ സാലറി. ഈ ജോലി വേണമെങ്കിൽ എൻ്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉണ്ട്, ലേറ്റസ്റ്റ് ബാച്ച് ഉണ്ട്. അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എത്രയും വേഗം ജോയിൻ ചെയ്തോ. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. താങ്ക് യു.